സുഹൃത്തുക്കളെ, അത് ഒലവക്കോട് അകത്തേത്തറയിലത്തെ റെയിൽവേയുടെ മേൽപ്പാലമാണ്. ചുരുങ്ങിയത് 5 വർഷമായി ഇതേ സ്ഥിതിയിൽ. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് സ്ഥലമൊക്കെ എടുത്ത് അക്വയർ ചെയ്ത് കൊടുത്തതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പൈസ അടച്ചതാണ്. പക്ഷേ നമ്മുടെ മോഡി ഗവൺമെൻറ്റാണല്ലോ ഈ റെയിൽവേ മേൽപ്പാലം പണിയെടുക്കേണ്ടത്. ഇനിയിപ്പോൾ അതും സ്റ്റേറ്റിൻ്റെ തലയിൽ ഇടുകയാണെന്ന് വെച്ചാൽ രക്ഷയൊന്നുമില്ല. 5 വർഷത്തിൻ്റെ മുകളിലായി ഈ സ്ഥിതിയായിട്ട്. ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ പോണ ഒരു സ്ഥലമാണ് ഈ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഈ അകത്തേത്തറ മേൽപ്പാലം വേണ്ടത്. എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ റെയിൽവേ ഗേറ്റ് അടയ്ക്കും, മറ്റേ മലമ്പുഴ ഭാഗത്തേക്കുള്ള വാഹനഗതാഗതം തടസ്സപ്പെടും, അങ്ങനെയായിരുന്നു. അതിനൊരു പരിഹാരം എന്നുള്ള നിലക്കാണ് ഇപ്പോൾ ഈ ഒരു മേൽപ്പാലം വന്നത്. ഇത് അഹല്യയുടെ ശാപമോക്ഷം പോലെയാണ്. എന്ന് പണി കഴിയുമെന്ന് ഒരെത്തും പിടിയില്ലാത്തൊരു മേൽപ്പാലം. ഇവിടെ ജനങ്ങളൊക്കെ സ്ഥലമൊക്കെ വിട്ടുകൊടുത്തിട്ട് ഉണ്ടാക്കിയതാട്ടോ ഈ മേൽപ്പാലം. പക്ഷേ വർക്ക് മാത്രം നടക്കണില്ല. എന്നിട്ട് ഇവർ പറയും സ്റ്റേറ്റ് ഗവൺമെൻറ് അത് തന്നില്ല, ഇത് തന്നില്ല. ഗവൺമെൻറ് ഫണ്ട്, കേരള ഗവൺമെൻറ് ഫണ്ട് കൊടുത്തിട്ടുണ്ട്, ജനങ്ങൾ സ്ഥലം വിട്ടു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 5 വർഷത്തിൽ കൂടുതലായിട്ട് ഈ സ്ഥിതിയാണ്. എന്നാണ് ഇതിന് ശാപമോക്ഷം ഉണ്ടാവുക എന്നാണ്. അപ്പോൾ സുരേഷ് ഗോപിയേട്ടൻ ഇതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്നുമില്ലെങ്കിൽ തൊട്ടടുത്തുള്ള തൃശ്ശൂരിലത്തെ MP ആണല്ലോ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ മുമ്പ് ഇവിടെ പാലക്കാട് മത്സരിച്ചത് ഈ ശ്രീധരനാണ്. റെയിൽവേ മൂപ്പരെ സ്വന്തം പോക്കറ്റിലാണെന്നാണ് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഇതായിരുന്നു സ്ഥിതി. അപ്പോൾ ഇനിയെങ്കിലും ഒരു ശാപമോക്ഷം ഈ ജനങ്ങൾക്ക് വേണം. അതിനുള്ള നടപടിയാണ് വേണ്ടത്. അപ്പോൾ വള്ളുവനാട് ചാനലാണ് പ്രമോദ് പെരിന്തൽമണ്ണ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക.